ശുദ്ധജലം നിങ്ങൾ കുടിച്ചു. പക്ഷേ ഇവിടെ വെടിപ്പാക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്വമാണ്? ചിപ്സ് ഇദ്ദേഹം കഴിച്ചു, പക്ഷേ ഒഴിഞ്ഞ പാക്കറ്റ് ആരുടെ ഉത്തരവാദിത്വം? ശരിയായ സാധനം കിട്ടി, പക്ഷെ ഒഴിഞ്ഞ പാക്കറ്റ് ഇതാരുടെ ഉത്തരവാദിത്വം? കാര്യവിവരമുള്ള ഉപഭോക്താവ് ശരിക്കുള്ള സാധനം തന്നെ വാങ്ങുന്നു, സ്വന്തം ചപ്പുചവറ് ശരിയായി കൈയൊഴിക്കുന്നു. നിങ്ങളും കാര്യവിവരമുള്ള ഉപഭോക്താവാകൂ. ശുചിത്വ ഭാരതമെന്ന സ്വപ്നം സഫലമാക്കൂ. ഉണരൂ ഉപഭോക്താവേ, ഉണരൂ. നമസ്കാരം, കൃഷി ദർശനിലേക്ക് സ്വാഗതം. കാർഷിക വൃത്തിയോടുള്ള ആഭിമുഖ്യമാണ് നമ്മുടെ കാർഷിക മേഖലയുടെ അടിത്തറ. ഔദ്യോഗിക രംഗത്ത് നിന്നും വിരമിച്ച ശേഷം വിശ്രമ ജീവിതം നയിക്കാതെ കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങി വിജയം കൊയ്യുന്ന ഒട്ടേറെ കർഷകർ നമുക്കിടയിലുണ്ട്. അതിലൊരാളാണ് 17 വർഷത്തെ സേവനത്തിന് ശേഷം മണ്ണിന്റെ മടിയിലേക്കിറങ്ങി സമ്മിശ്ര കൃഷിരീതി അവലംബിച്ച് കാർഷിക വിജയഗാഥ തീർക്കുന്ന ചാലുങ്കരോട്ട് വീട്ടിലെ വിജയകുമാരൻ നായർ. പത്തനംതിട്ട ജില്ലയിലെ ഈ മലയോര കർഷകന്റെ കാർഷിക വിശേഷങ്ങളാണ് ഇന്നത്തെ കൃഷി ദർശൻ പങ്കുവെക്കുന്നത്. കാർഷിക സമൃദ്ധിയുടെ ഹരിത സൗന്ദര്യം പടർന്ന ഈ പച്ചക്കറിപ്പാടം പത്തനംതിട്ട പ്രമാടം വിജയകുമാരൻ നായരുടേതാണ്. പതിനേഴ് വർഷത്തെ സേവനത്തിന് ശേഷം കൃഷി ഉപജീവന മാർഗമായി സ്വീകരിച്ച ഈ കർഷകൻ കഴിഞ്ഞ 3 വർഷമായി വിവിധ ഇനം പച്ചക്കറികൾ ഉൽപ്പാദിപ്പിച്ചു വരുന്നു. കാർഷിക പാരമ്പര്യം കൈമുതലായുള്ള ഈ കർഷകൻ സ്വന്തമായുള്ള 2 ഏക്കർ സ്ഥലത്ത് പയർ, കോളിഫ്ലവർ, വിവിധതരം ചീരകൾ, കത്തിരിക്ക, മുളക്, റെഡ് ലേഡി പപ്പായ, പടവലം, കോവയ്ക്ക, കുമ്പളം, നിത്യവഴുതന കൂടാതെ കിഴങ്ങ് വർഗത്തിൽപ്പെട്ട കാച്ചിൽ, മധുരകിഴങ്ങ്, കപ്പച്ചെമ്പ്, ചുണ്ടിച്ചെമ്പ്, താമരക്കണം ചെമ്പ് തുടങ്ങിയവയും കൃഷി ചെയ്തു വരുന്നു. കൃഷി കൊണ്ട് ഉപജീവനം നടത്തുന്ന ഒരു കുടുംബമായിരുന്നു എൻ്റേത്. ജോലി കോന്നി ബ്ലോക്കിൽ കിട്ടിയതിന് ശേഷം ഞാൻ കൃഷിയിൽ സജീവമല്ലാതായി. 2013 ജോലിയിൽ നിന്ന് റിട്ടയർ ചെയ്തതിന് ശേഷം വീണ്ടും കൃഷിയിൽ സജീവമാവുകയും കുറച്ച് സ്ഥലം പാട്ടത്തിനെടുത്തും എൻ്റെ സ്വന്തം സ്ഥലത്തുമായി വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറിയും മറ്റെല്ലാ വാഴ, ചേമ്പ്, കാച്ചിൽ എന്ന് വേണ്ട എല്ലാ കൃഷികളും പിന്നെ കപ്പകൾ വിവിധ തരങ്ങളും കൃഷി ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ കഴിവതും മാർക്കറ്റിൽ നിന്ന് മേടിക്കാത്ത പച്ചക്കറിയും മറ്റ് സാധനങ്ങളുമാണ് വീട്ടാവശ്യത്തിന് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് മാനസികമായ നല്ല സംതൃപ്തിയുമുണ്ട്. വിഷരഹിതമായ പച്ചക്കറികൾ കഴിക്കാൻ കഴിയുന്നു എന്നുള്ളതിൽ വീട്ടുകാർക്കും സന്തോഷമുണ്ട്. പറമ്പിലെ ഒരിടവും ഒഴിച്ചിടാതെയുള്ള വൈവിധ്യമായ രീതിയിലാണ് ഈ കർഷകൻ കൃഷി ചെയ്യുന്നത്. പൂർണ്ണമായും ജൈവ കൃഷിരീതി അവലംബിച്ചു വരുന്ന ഈ കർഷകൻ വളമായി ചാണകപ്പൊടി, കോഴിക്കാരം എന്നിവയാണ് ഉപയോഗിക്കുന്നത്. മരച്ചീനി ഒരു 4-5 ഇനം ഞാൻ കൃഷി ചെയ്യുന്നുണ്ട്. അതിൽ തിരുവനന്തപുരം കപ്പ എന്ന് പറയുന്നത് മുറിച്ച് പുഴുങ്ങാം, അല്ലാതെ കുഴച്ച് വേവിക്കാം, അങ്ങനെ ഏത് തരത്തിലും വേവിക്കാൻ കഴിയുന്നതാണ് തിരുവനന്തപുരം കപ്പ. ബാക്കി ബ്ലോക്ക് വെള്ള നല്ല രുചികരമായ കപ്പയാണ്, നല്ല രീതിയിൽ വിളവ് തരുന്നതാണ്. 6 മാസ കപ്പയുണ്ട്, അത് 6 മാസം കൊണ്ട് വിളയും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത, രുചികരവുമാണ്. പിന്നെ 100 റാത്തൽ
പഴയ കാല കപ്പയാണ്. അതിന് നല്ല രീതിയിൽ വിളവ് കിട്ടുന്നതാണ്. പിന്നെ കിൻഡൽ ചീനിയുണ്ട്, തമിഴ്നാട് ഉൽപ്പന്നമാണത്. അത് ഇടുക്കിയിൽ നിന്നും കൊണ്ടുവന്നതാണ്. അതൊരു 40-50 കിലോ വരെ അതിന് വിളവുണ്ട്. അത് നമുക്ക് വാട്ടാനും അരിഞ്ഞുണങ്ങാനും ഇപ്പം 2ാം വർഷമായപ്പം നമ്മുടെ വീട്ടുപയോഗത്തിനെടുത്താലും രുചികരമാണ്. അത് ഈ മണ്ണുമായിട്ട് ചേർന്ന ഒരു പ്രക്രിയ കൊണ്ടാണെന്ന് തോന്നുന്നു. എന്തായാലും അതുകൊണ്ട് പിന്നെ കുറച്ച് ചുമന്ന കപ്പ, അത് കുറേയൊക്കെ അതിന് ഈ മറ്റ് ദൂഷ്യഫലങ്ങൾ കുറഞ്ഞതാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് അതും വെക്കുന്നത്. അങ്ങനെ ഇത്ര 5-6 ഐറ്റം കപ്പകൾ, മരച്ചീനികൾ എനിക്ക് കൃഷിയിലുണ്ട്. പറമ്പിലെ 25 സെന്റ് സ്ഥലത്ത് വിവിധ തരം കപ്പയും കൃഷി ചെയ്യുന്നു. ബ്ലോക്ക് വെള്ള, 100 റാത്തൽ തുടങ്ങിയ ഇനം കപ്പയാണ് കൃഷി ചെയ്തിരിക്കുന്നത്. 7 മാസം കൊണ്ട് വിളവ് കിട്ടുന്ന ഇവയ്ക്ക് ഒരു മൂട്ടിൽ നിന്നും 4 മുതൽ 5 കിലോ വരെ കപ്പ ലഭിക്കും. നടുന്ന സമയം ചാണകപ്പൊടിയും വളർന്ന് 3 ആഴ്ച കൂടുമ്പോൾ ചാരം ഇട്ടുകൊടുക്കുന്ന പതിവുമാണ് ഈ കർഷകൻ അവലംബിച്ചു പോരുന്നത്. ഒരേക്കറോളമുള്ള എൻ്റെ കൃഷിസ്ഥലത്ത് 60ഓളം മൂട് വാഴകളുണ്ട്. പാളാന്തോടൻ, പൂവൻ, ഞാലിപ്പൂവൻ, റോബസ്റ്റ, ചെങ്കലതി, കണ്ണൻ, ചാമ്പപ്പൂവൻ, കദളി തുടങ്ങിയ ഇനങ്ങളുണ്ട്. വാഴക്കന്നുകളൊക്കെ നാട്ടിൽ നിന്നും സംഘടിപ്പിക്കുന്നതും കൃഷി വകുപ്പിൻ്റെ ടിഷ്യൂ കൾച്ചർ വാഴകൾ കുറേയേറെ ഉണ്ട്. അവയൊക്കെ വളർന്നു വരുമ്പോഴേ ഏതിനമാണെന്ന് അറിയാൻ പറ്റൂ. അപ്പോൾ അങ്ങനൊരു പ്രശ്നം കൂടെ ഉണ്ട്. എങ്കിലും കൃഷി വകുപ്പിൽ നിന്ന് കിട്ടിയ ടിഷ്യൂ കൾച്ചർ വാഴകളിൽ ഏതാണ്ട് 90% പ്രയോജനപ്രദമായിരുന്നു. വിവിധ ഇനങ്ങളിൽപ്പെട്ട വാഴകളിൽ നിന്നുള്ള വരുമാനവും ചെറുതല്ല. ഏത്തൻ, റോബസ്റ്റ, കദളി, ഞാലിപ്പൂവൻ, കൃഷിഭവനിൽ നിന്ന് വാങ്ങിയ ടിഷ്യൂ കൾച്ചർ വാഴയായ കൂമ്പില്ലാത്ത ഏത്തൻ എന്നിവയാൽ സമൃദ്ധമാണ് വാഴത്തോട്ടം. രണ്ടടി വിസ്തീർണത്തിൽ കുഴിയെടുത്ത് അതിൽ ചെറു കുഴി കുത്തിയാണ് വാഴവിത്തുകൾ നടുക. ചാണകപ്പൊടിയാണ് അടിവളമായി ഇടുന്നത്. വിത്തുകൾ വളർന്ന് ഇലകൾ വീശിവരെ ചുവട്ടിൽ കിളിർക്കുന്ന വാഴക്കന്നുകളെ നശിപ്പിച്ചു കളയുന്ന രീതിയാണ് വിജയകുമാരനുള്ളത്. മാർക്കറ്റിലും കടകളിലും വീട്ടിലേക്കെത്തുന്ന ആവശ്യക്കാർക്കുമായാണ് പ്രധാന വിൽപ്പന. ഏത് സമയത്തും വെള്ളം കിട്ടുന്ന രീതിയിൽ പറമ്പിൽ തന്നെ കിണർ ഉണ്ടാക്കി അതിൽ നിന്നും വെള്ളം പമ്പ് ചെയ്താണ് കൃഷിക്കായി ഉപയോഗിക്കുന്നത്. കൃഷിഭവനിൽ നിന്നും സാമാന്യം നല്ല രീതിയിലുള്ള സഹായങ്ങളുണ്ട്. എനിക്ക് ജലസേചനത്തിന് ആവശ്യമായ മോട്ടർ 10,000 രൂപ സബ്സിഡി കിട്ടി. 25,000 രൂപ ചിലവുണ്ട്. വീണ്ടും വീണ്ടും പൈപ്പ് മേടിക്കുകയും വേണം. എങ്കിലും ശരി, അതൊരു നല്ല സഹായമായിരുന്നു. അതുകൊണ്ടാണ് സത്യത്തിൽ ഈ വരണ്ട ഈ ഭൂമിയിൽ ജലസേചനം ചെയ്യാൻ കഴിയുന്നത്. പിന്നെ വിത്തും വളവും കുറേയേറെ കിട്ടുന്നുണ്ട്. വാഴവിത്തുകൾ, ടിഷ്യൂ കൾച്ചർ വാഴവിത്തുകൾ, പയർ വിത്തുകൾ, മറ്റുള്ള ക്യാബേജ്, കോളിഫ്ലവർ, കൊല്ല, ചീര, പടവലം തുടങ്ങിയ വിത്തുകളും. പിന്നെ വളത്തിന് സബ്സിഡി ബാങ്ക് അക്കൗണ്ട് വഴിയാണ് കിട്ടുന്നത്. എങ്കിൽ ഒരു വർഷം കഴിയുമ്പോഴത്തേ കിട്ടൂ, എങ്കിലും അതും കിട്ടുന്നുണ്ട്. കൃഷിഭവൻ എന്തായാലും നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട്. കൃഷി അസിസ്റ്റൻ്റന്മാർ എൻ്റെ കൃഷി രീതികൾ വന്ന് കാണാറും ഉപദേശങ്ങൾ തരാറുമുണ്ട്. മണ്ണിൽ വിയർപ്പൊഴുക്കി പൊന്നു വിളയിക്കുന്ന ഈ കർഷകനെ തിരിച്ചറിഞ്ഞ പ്രമാടം കൃഷിഭവനും കൂടെ എത്തി. പരമ്പരാഗത കൃഷിരീതികളെ അദ്ദേഹത്തിൽ നിന്നും അറിഞ്ഞെടുത്തും ആധുനിക കാർഷിക രീതികളെ അങ്ങോട്ട് പങ്കുവച്ചും കാർഷിക വകുപ്പ് നിർദ്ദേശ സഹകരണങ്ങളുമായി ഒന്നെത്തവേ വിജയന്റെ കൃഷിയിടം വിളനിറവണിയുകയായിരുന്നു. വിജയകുമാരൻ നായർ നമ്മുടെ പ്രമാടം കൃഷിഭവൻ്റെ പരിധിയിൽ വരുന്ന കർഷകരിൽ ഒരാളാണിപ്പോൾ. അദ്ദേഹം നേരത്തെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു. റിട്ടയർ ചെയ്ത് അതിനുശേഷം
അതിന് മുമ്പായാലും കൃഷിയിൽ അതീവ ശ്രദ്ധയോടെ നല്ല താല്പര്യത്തോടെ എല്ലാ കാര്യം കൃഷി എന്ന് പറഞ്ഞാൽ എല്ലാം ചേർന്നുള്ള കൃഷി അനുബന്ധ മേഖലയിലായിട്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം. അതിന് ഒപ്പം സഹായിച്ചു കൊടുക്കുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യ, അങ്ങനെ എല്ലാ കൈത്താങ്ങലുകളോടും കൂടെ നല്ലൊരു രീതിയിൽ എല്ലാ അനുബന്ധ മേഖലകളും ഇവിടെ അദ്ദേഹത്തിനുണ്ട്. കൃഷിയിൽ എപ്പോഴും ഒരു സമയം പോലും മെനക്കെട്ടിരിക്കുന്നതായിട്ട് കാണുന്നില്ല. എപ്പോഴും കൃഷി കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതായിട്ടാണ് കാണാൻ സാധിച്ചിട്ടുള്ളത്. കുറഞ്ഞ ചിലവിൽ കൃഷി ഇറക്കിയാൽ മാത്രമേ മെച്ചപ്പെട്ട വരുമാനം കിട്ടുകയുള്ളൂ എന്ന പക്ഷക്കാരനാണ് ഈ കർഷകൻ. കൈവശ ഭൂമിയിൽ പരസഹായമില്ലാതെ പ്രായോഗിക ചിന്തയ്ക്കനുസരിച്ച് അധ്വാനിക്കുക മാത്രമാണ് പ്രതിസന്ധികൾ മുറിച്ചു കടക്കാനുള്ള മാർഗമെന്ന് ഈ കർഷകൻ പറയുന്നു. സ്വന്തം ഭൂമിയിൽ അധ്വാനത്തിന്റെ വിത്ത് പാകി നൂറുമേനി കൊയ്യുകയാണ് വിജയകുമാരൻ എന്ന ഈ കർഷകൻ. കൃഷിയോടൊപ്പം തന്നെ മൃഗപരിപാലനത്തിലും ഈ കർഷകൻ മുന്നിൽ തന്നെ. പഴയ കാലത്ത് ഓർമ്മിപ്പിക്കുന്ന ഈ തൊഴുത്തിൽ കറവയുള്ള 2 ജേഴ്സി പശുവും 2 കന്നുകുട്ടിയുമാണുള്ളത്. തൊഴുത്തിലെ പരിചരണ കാര്യങ്ങളിൽ പത്നി പത്മകുമാരിയുടെ സഹായം വിജയകുമാരൻ നായർക്കുണ്ട്. നന്നേ പ്രഭാതത്തിൽ തന്നെ ഉറക്കമുണർന്ന് തൊഴുത്ത് വൃത്തിയാക്കി പശുക്കളെയെല്ലാം കുളിപ്പിച്ച് ദിവസം 20 ലിറ്റർ പാൽ കൈകൊണ്ട് കറന്നെടുത്ത് ലിറ്ററിന് 38 രൂപ നിരക്കിൽ കടകളിലും വീടുകളിലുമായി വിൽപ്പന നടത്തുന്നതും ഭാര്യ പത്മകുമാരിയാണ്. പ്രമാടം ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ 2014-2015 കർഷക അവാർഡ് നൽകി ആദരിക്കുകയുണ്ടായി. 4 പശുവാണുള്ളത്. ജേഴ്സിയാണ്. 2 എണ്ണത്തിനെ കറക്കുന്നു. 2 കിടാക്കളും. പിന്നെ കൈകൊണ്ടാണ് കറക്കുന്നത്. രാവിലെ 10 ലിറ്റർ പാല് കിട്ടും. വൈകിട്ടും 10 ലിറ്റർ പാല് കിട്ടും. വീട്ടുകളിലും കടകളിലുമായിട്ടാണ് കൊടുക്കുന്നത്. 1 ലിറ്റർ 38 രൂപയാണ്. പിന്നെ തീറ്റ പോച്ചയും പുല്ലുമേ ഉള്ളൂ. പിന്നെ KS കാലിത്തീറ്റയും രോഹിണി കൊപ്ര പിണ്ണാക്കും. പിണ്ണാക്കും കാലിത്തീറ്റയുമാണ് പശുക്കൾക്ക് കൊടുക്കാറുള്ളത്. കൂടാതെ CO3 ഇനത്തിൽപ്പെട്ട തീറ്റ പുല്ലും. പശുക്കൾക്കുള്ള പുല്ല് ദിവസവും പ്രമാടം പഞ്ചായത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും പറിച്ച് സ്വന്തം വാഹനത്തിൽ കൊണ്ടുവന്ന് കൊടുക്കുന്നതിനാൽ കാശ് കൊടുത്ത് വൈക്കോൽ വാങ്ങുന്ന പതിവ് ഈ കർഷകനില്ല. മരച്ചീനിയില വെയിലത്തിട്ട് വാട്ടി പശുക്കൾക്ക് കൊടുക്കുന്ന പതിവും ഈ കർഷകനുണ്ട്. പശുവിൻ ചാണകം ഉണക്കിപ്പൊടിച്ച് കിലോയ്ക്ക് 15 രൂപ നിരക്കിൽ വിൽപ്പന നടത്തിയും പശു വളർത്തൽ ആദായകരമാക്കി മാറ്റുകയാണ് ഈ കർഷകൻ. പ്രമാടം മൃഗാശുപത്രിയിലെ പ്രോത്സാഹനവും സഹായങ്ങളും വിജയന് ഈ രംഗത്ത് മുതൽക്കൂട്ടായി മാറി. വിജയകുമാരൻ നായർ സാറ് വളരെ നാളുകളായിട്ട് തന്നെ പശു വളർത്തലിലും അതുപോലെ പശുക്കൾ മാത്രമല്ല മറ്റ് കോഴികൾ, താറാവ്, ടർക്കി, മണിത്താറാവ്, പട്ടികളുണ്ട്, പൂച്ച, ഇവയെല്ലാം സംരക്ഷിച്ച് വരികയാണ്. വളരെ ശാസ്ത്രീയമായ രീതിയിൽ പശുക്കളെ വളർത്തുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തോടൊപ്പം തന്നെ വീട്ടിലെല്ലാവരും തന്നെ ഭാര്യയും മക്കളും എല്ലാവരും ഈ കാര്യങ്ങളിലെല്ലാം ശ്രദ്ധ ചെലുത്തുന്നവരാണ്. അദ്ദേഹത്തിന് മൃഗസംരക്ഷണ വകുപ്പിൻ്റെ ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. കിടാക്കൾക്ക് സബ്സിഡി നിരക്കിൽ കാലിത്തീറ്റ കൊടുക്കുന്നുണ്ട്. അതുപോലെ രോഗങ്ങൾക്കുള്ള യഥാവധിയുള്ള ചികിത്സകളും എല്ലാം സമയാസമയങ്ങളിൽ ലഭ്യമാക്കുന്നുണ്ട്. കൊക്കി കുറുകി നടക്കുന്ന 30ഓളം കോഴിക്കൂട്ടങ്ങളും വിജയന്റെ വരുമാനത്തിൽ പങ്കാളികളാകുന്നു. ടർക്കി കോഴികൾ, വാത്തകൾ, കരിങ്കോഴികൾ, പോരുകോഴികൾ, നാടൻ കോഴികൾ, കൂടാതെ നിരണം താറാവ് വളർത്തൽ കേന്ദ്രത്തിൽ നിന്നും 15 രൂപ നിരക്കിൽ 6 മാസം മുൻപ് വാങ്ങിയ 1 ദിവസം പ്രായമായ കുട്ടനാടൻ ഇനത്തിൽപ്പെട്ട ചാരിയും ചെമ്പലിയുമടങ്ങിയ 10 താറാവുകളും പേർഷ്യൻ പൂച്ച, ഗിനിപ്പന്നി, നാടൻ മുയലുകൾ തുടങ്ങിയവ വിജയന്റെയും സഹധർമ്മിണിയുടെയും മകന്റെയും പരിലാളനങ്ങൾ ഏറ്റുവാങ്ങി സസുഖം കഴിയുന്നു. വീട്ടുവളപ്പിൽ തന്നെ താറാവുകൾക്ക് നീന്തിക്കാൻ ഒരു ചെറുകുളം നിർമ്മിച്ചിട്ടുണ്ട്.
ഈ കുടുംബത്തിന്റെ മറ്റൊരു ഇഷ്ട സംരംഭമാണ് മീൻ വളർത്തൽ. ഗൗരാമി ഇനത്തിൽപ്പെട്ട മീനുകളാണ് ഈ ചെറു ടാങ്കിനുള്ളിൽ വളർത്തുന്നത്. 7 പട്ടിയാണ് ഇവിടെ ഉള്ളത്. അതിൽ 3 റോട്ടും 3 ജർമ്മനും ഒരു ഡാഷണ്ടും ഉണ്ട്. ഇതിൽ ജർമ്മനും റോട്ടും ഓരോ മെയിലും ഉണ്ട്, 2 ഫീമെയിലും ഉണ്ട്. പിന്നെ നമ്മൾ ഒരു നേരമേ തീറ്റ കൊടുക്കാറുള്ളൂ. അത് വൈകിട്ട് ഒരു 6 മണി 6:30 ആകുമ്പോഴാണ് കൊടുക്കാറ്. ചിക്കൻ്റെ കാലോ തലയോ അല്ലെ ചവ്വോ അതാണ് നമ്മൾ ശരിക്ക് വേവിച്ചാണ് കൊടുക്കുന്നത്. ഉപ്പിടാതെ മഞ്ഞപ്പൊടിയും വെളുത്തുള്ളിയും കൂടി ഇട്ടാണ് വേവിച്ച് കൊടുക്കുന്നത്. പിന്നെ കാൽസ്യത്തിനുള്ള മരുന്നും ഇതുമെല്ലാം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കൊടുക്കുന്നുണ്ട്. പിന്നെ ആഴ്ചയിൽ ഒരു തവണ നമ്മൾ കുളിപ്പിക്കാറുള്ളൂ. അത് ഷാമ്പൂ ഇട്ട് കുളിപ്പിക്കും. എല്ലാറ്റിനും കാവൽക്കാരായി റോന്തു ചുറ്റാൻ സന്നദ്ധരായി നിൽക്കുന്ന ജർമ്മൻ ഷെപ്പേർഡ്, റോഡ് വീലർ, ഡാഷ് തുടങ്ങിയ ഇനത്തിൽപ്പെട്ട നായ്ക്കളുടെ വിൽപ്പനയിലൂടെ കിട്ടുന്ന വരുമാനം വേറെയും. ഒരു കൃഷിയുടെ വിജയം കുടുംബത്തിന്റെ കൂട്ടായ്മയുടെ വിജയമാണെന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ് വിജയകുമാരൻ നായരുടെ സമ്മിശ്ര കൃഷിയിടം. മണ്ണിനെ മനസ്സറിഞ്ഞ് സ്നേഹിക്കുകയായിരുന്നു വിജയൻ എന്ന ഈ മുതിർന്ന കർഷകൻ. മണ്ണ് കനിഞ്ഞു തന്ന വിളകളെയും ജീവസഞ്ചയത്തെയും ഏറെ വാത്സല്യത്തോടെ അദ്ദേഹം പരിപാലിച്ചു. സുദൃഢമായ ഇച്ഛാശക്തി ഒന്ന് മാത്രമായിരുന്നു ഈ കർഷകന്റെ ഏക പിൻബലം. അതിലൂടെ നേടിയെടുത്ത കാർഷിക വിജയം സമ്മാനിക്കുന്ന സന്ദേശവും ഏറെ വിലപ്പെട്ടതാണ്. यूरिया का स्वदेशी उत्पादन 17 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्धार किया जा रहा है। FCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और BVFCL की नामरू फोर्थ। सोने पर सुहागा ये है कि देश में अब बनेगा सिर्फ नीम लेपित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगी 10 से 15% नाइट्रोजन क्षमता। നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കപില ഫെസ്റ്റ് 2016 കോട്ടയത്ത്. സഞ്ചരിക്കുന്ന മണ്ണ് പരിശോധന ലബോറട്ടറികൾ. ഫലവർഗ്ഗങ്ങൾ കേടാകാതിരിക്കാൻ ഓസ്മോട്ടിക് ഡീഹൈഡ്രേഷൻ. കാർഷിക വാർത്തകൾ വിശദമായി. നാടൻ പശുക്കളുടെ പ്രചരണം ലക്ഷ്യമാക്കി ഈ മാസം 25 മുതൽ 29 വരെ കോട്ടയം CMS കോളേജിൽ കപില ഫെസ്റ്റ് 2016 സംഘടിപ്പിക്കുന്നു. ഇതിനോടനുബന്ധിച്ച് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ നാടൻ പശുക്കൾ, പാൽ ഉൽപ്പന്നങ്ങൾ, പാരമ്പര്യ മൃഗചികിത്സ തുടങ്ങിയവയുടെ പ്രദർശനം, സെമിനാറുകൾ, കർഷക സംഗമം, സാംസ്കാരിക പരിപാടികൾ തുടങ്ങിയവയും ഉണ്ടാകും. ബയോഡൈവേഴ്സിറ്റി ബോർഡ്, ഇൻജീനിയേഴ്സ് കാറ്റിൽ ബ്രീഡേഴ്സ് അസോസിയേഷൻ, സെന്റർ ഫോർ ഇന്നൊവേഷൻ ഇൻ സയൻസ് ആൻഡ് സോഷ്യൽ ആക്ഷൻ എന്നിവയുടെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. കേന്ദ്ര കൃഷി മന്ത്രാലയവും നാളികേര വികസന ബോർഡും തിരുവനന്തപുരം കോക്കനട്ട് പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡും ചേർന്ന് സൌജന്യ നീര ടെക്നീഷ്യൻ പരിശീലനം സംഘടിപ്പിക്കുന്നു. അതിയന്നൂർ ബ്ലോക്കിലെ പീപ്പിൾസ് നാളികേര ഉൽപാദക ഫെഡറേഷനിലാണ് പരിശീലനം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ
9497163838 9495153838. തിരുവനന്തപുരം പാറോട്ടുകോണത്ത് പ്രവർത്തിക്കുന്ന മണ്ണ് പരിശോധനാ വിഭാഗത്തിന്റെ കീഴിൽ സംസ്ഥാനത്തൊട്ടാകെ പ്രവർത്തിക്കുന്ന 14 മണ്ണ് പരിശോധനാ ലബോറട്ടറികളിൽ നിന്നും 11 സഞ്ചരിക്കുന്ന മണ്ണ് പരിശോധനാ ലബോറട്ടറികളിൽ നിന്നും മണ്ണ് പരിശോധനാ സേവനം കർഷകർക്ക് ലഭ്യമാണ്. കർഷകരുടെ അരികിലെത്തി കൃഷിയിടങ്ങളിൽ തന്നെ മണ്ണ് പരിശോധന നടത്തി വളം ശുപാർശ ചെയ്യുകയും കർഷകർക്ക് ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിക്കുകയും ചെയ്യുന്നു. കൂടാതെ കാർഷിക മേളകൾ, സെമിനാറുകൾ തുടങ്ങിയവയ്ക്ക് സഞ്ചരിക്കുന്ന മണ്ണ് പരിശോധനാശാലയുടെ സൗജന്യ സേവനം ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് അതാത് കൃഷി ഓഫീസുമായോ ഇനി പറയുന്ന ടെലിഫോൺ നമ്പറിലോ ബന്ധപ്പെടുക. നമ്പർ 0412530578. കണ്ണൂർ കൃഷി വിജ്ഞാന കേന്ദ്രം ട്രാക്ടർ ഡ്രൈവിംഗ്, കാർഷിക യന്ത്രങ്ങളുടെ റിപ്പയർ, നഴ്സറി ആൻഡ് ലാൻഡ്സ്കേപ്പിംഗ്, നാളികേര ടെക്നീഷ്യൻ, കൂൺ ഉൽപാദനം എന്നീ വിഷയങ്ങളിൽ പരിശീലനം നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 046022226087. ബാംഗ്ലൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോർട്ടിക്കൾച്ചറൽ റിസർച്ച് സെന്റർ ഫലങ്ങളുടെ രുചിയും നിറവും ഒട്ടും നഷ്ടപ്പെടാതെയും പോഷകമേന്മ വർദ്ധിപ്പിച്ചും ദീർഘകാലം സൂക്ഷിച്ചു വയ്ക്കുന്നതിനുള്ള ഓസ്മോട്ടിക് ഡീഹൈഡ്രേഷൻ എന്ന സാങ്കേതിക വിദ്യയ്ക്ക് രൂപം നൽകി. മാങ്ങ, ചക്ക, പൈനാപ്പിൾ, പപ്പായ, നെല്ലിക്ക എന്നിവ ഈ വിധം സംസ്കരിച്ച് ഐസ്ക്രീം വ്യവസായത്തിലും മറ്റും ഉപയോഗിക്കാം. പഴങ്ങളെ ഉണക്കി ഫ്രൂട്ട് ബാർ ഉണ്ടാക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യയും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ലഭ്യമാണ്. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0802846647. കോഴിക്കോട് കൃഷി വിജ്ഞാന കേന്ദ്രം മെയ് 24 മുതൽ 26 വരെ അലങ്കാര മത്സ്യകൃഷിയിൽ പരിശീലനം സംഘടിപ്പിക്കുന്നു. വിശദ വിവരങ്ങൾക്ക് കോഴിക്കോട് KVKയുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 0496666041. കമ്പോളം നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി 7900 രൂപ, കോഴിക്കോട് 8700, തൃശൂർ 7800. കൊപ്ര കൊച്ചി 5405 രൂപ, കോഴിക്കോട് 5400, തൃശൂർ 5405. കുരുമുളക് അൺഗാർബിൾഡ് 69700 രൂപ, ഗാർബിൾഡ് 72700 രൂപ. ചുക്ക മീഡിയം 16500 രൂപ, ബസ്റ്റ് 18000 രൂപ. മഞ്ഞൾ സേലം 10400 രൂപ, ഈറോഡ് 10600 രൂപ. കൊച്ചി റബ്ബർ RSS 5ാം ഗ്രേഡ് 12700 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 13000 രൂപ. കോട്ടയം റബ്ബർ RSS 5ാം ഗ്രേഡ് 12700 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 13000 രൂപ. കമ്പോളം നിലവാരം കൊച്ചിയിൽ. വെളിച്ചെണ്ണ 7900 രൂപ, കൊപ്ര 5405 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2000 രൂപ, പിണ്ണാക്ക് റോട്ടറി 2300 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 69700 രൂപ, കുരുമുളക് ഗാർബിൾഡ് 72700 രൂപ. ചുക്ക് മീഡിയം 16500 രൂപ, ചുക്ക് ബസ്റ്റ് 18000 രൂപ, മഞ്ഞൾ നാടൻ 12000 രൂപ, അടയ്ക്ക പുതിയത് 18000-നും 19000-നും മധ്യേ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 160-നും 190-നും മധ്യേ, ജാതിക്ക തൊണ്ടില്ലാത്തത് കിലോഗ്രാമിന് 350-നും 390-നും മധ്യേ, ജാതിപത്രി കിലോഗ്രാമിന് 550-നും 1000-നും മധ്യേ, ഗ്രാമ്പു കിലോഗ്രാമിന് 740 രൂപ. റബ്ബർ RSS 5ാം ഗ്രേഡ് 12700 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 13000 രൂപ, ഒട്ടുപാൽ 8300 രൂപ, ലാറ്റക്സ് 9700 രൂപ. കമ്പോള അവലോകനം. ഉത്തരേന്ത്യയിൽ നിന്ന് കുരുമുളകിന് വീണ്ടും ആവശ്യക്കാരെത്തി. 8 ദിവസത്തോളം സ്റ്റഡി നിലവാരത്തിൽ നീങ്ങിയ മുളക് വില 100 രൂപ വർദ്ധിച്ച് 72,700-ലാണ് ഇന്ന് ഇടപാടുകൾ തുടങ്ങിയത്. ആകർഷകമായ വില മുന്നിൽ കണ്ട് കർഷകർ ചരക്ക് നീക്കം കുറച്ചു. ആഭ്യന്തര ആവശ്യക്കാരുണ്ടെങ്കിലും വിദേശ ഡിമാൻഡില്ല. നെടുങ്കണ്ടത്ത് ഇന്ന് നടന്ന ഏലക്ക ലേലത്തിന് വന്ന ചരക്കിൽ ഏറിയ പങ്കും വിൽപ്പന നടന്നു. ഔഷധ നിർമ്മാതാക്കളും ഇതര വ്യവസായികളും ഏലക്കയിൽ താൽപര്യം കാണിച്ചു. മികച്ച ഇനങ്ങൾ കിലോയ്ക്ക് 1019 രൂപയിലും ശരാശരി ചരക്ക് 694 രൂപയിലും ലേലം കൊണ്ടു. റബ്ബർ അവധി വ്യാപാരത്തിൽ ഇടപാടുകളുടെ അവസാന മണിക്കൂറിലെ വിൽപ്പന സമ്മർദ്ദം കണ്ട് വ്യവസായികൾ കൊച്ചി, കോട്ടയം മാർക്കറ്റുകളിൽ നിന്ന് അല്പം അകന്നെങ്കിലും ഷീറ്റ് വിലയിൽ മാറ്റമില്ല. സംസ്ഥാനത്തെ പ്രമുഖ വിപണികളിൽ വെളിച്ചെണ്ണ, കൊപ്ര വിലകൾ ഇന്ന് സ്റ്റഡിയാണ്. ഇനി കാലാവസ്ഥ.
കണ്ണൂർ കൂടിയ താപനില 32.1 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 27.6 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 30.9, 27.8. കൊച്ചി 28.6, 25. ആലപ്പുഴ 30.4, 26.4. പുനലൂർ 31.5, 24.2. തിരുവനന്തപുരം 31.5, കുറഞ്ഞ താപനില 24.7 ഡിഗ്രി സെൽഷ്യസ്. കാർഷിക വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം. കൂട്ടാനിൽ മസാല കൂടുതലാ. എത്ര തവണ പറഞ്ഞിട്ടുണ്ട്, ആവശ്യം എത്രയോ അത്രേ ഇടാവൂന്ന്. അല്ലേ, എനിക്ക് വല്ലപ്പോഴും പിടിക്കുന്നതാ. നിങ്ങളോ എപ്പോഴും പാടത്തെ കണ്ണിൽ കണ്ട കീടനാശിനി ഇടുന്നു. അതെന്തിനാ? നേരാ മോള് പറഞ്ഞത്. നോക്ക്, വയലിൽ എത്ര വേണോ അത്രയേ മരുന്നടിക്കാവൂ. ഓർത്തോളൂ, കീടനാശിനി വിഷമാണെന്ന് മറക്കണ്ട. ടിന്നിൽ എഴുതിയിട്ടുള്ള കണക്കിലെ മരുന്നടിക്കാവൂ. ആദ്യം ഫെറോമോൺ ട്രാപ്പ്, ലൈറ്റ് ട്രാപ്പ്, മിത്രകീട്, ജൈവ കീടനാശിനി ഇവ ഉപയോഗിക്കുക. ആവശ്യമെങ്കിൽ മാത്രം രാസകീടനാശിനി പ്രയോഗിക്കുക. രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് കയ്യുറ, മോസ്ക്, നീളൻ കൈയുള്ള ഉടുപ്പിവ ധരിച്ച് മരുന്നടിക്കുക. കാറ്റിനൊപ്പിച്ച് മരുന്നടിക്കുമ്പോൾ പിന്നിലായി നിൽക്കുക. മരുന്നിന്റെ ടിൻ, തളിക്കൽ യന്ത്രം ഇവ സുരക്ഷിത സ്ഥാനത്ത് സൂക്ഷിക്കുക. എന്താ ഇപ്പൊ വല്ലതും മനസ്സിലായോ? ഓ, മനസ്സിലായി എന്റെ പൊന്നെ. ഇനി പറ്റില്ല അബദ്ധം. ഇവിടെ നിന്നെ കുടിപ്പിച്ചില്ലേ വെള്ളം? चौंकिए मत, डेंगू और चिकनगुनिया से बचने के लिए जरूरी है आसपास पानी जमा ना होने दें। ड्रम, कूलर, गमले को हर सप्ताह साफ करें। प्लास्टिक के कप व नारियल की खोल जैसी चीजों को इधर उधर न फेंकें, क्योंकि डेंगू और चिकनगुनिया का मच्छर साफ पानी पर आता है। मच्छरों के काटने से बचें। बुखार में पैरासिटामोल लें, एस्पिरिन हर्गेज न लें। इस बार तो बच्चों ने हमें ही पास कर दिया। और सफाई के नंबर 100 में से 100।